ഭഗവാന്റെ ഒരു ജന്മനക്ഷത്ര നാളിൽ യശോദ പുത്രനെ കുളിപ്പിച്ച് ഒരു സ്ഥലത്ത് കിടത്തി. യശോദ കിടത്തിയിട്ട് ക്ഷണിച്ചെത്തിയ അതിഥികളെ സൽക്കരിക്കുവാനായി പുറപ്പെട്ടു. കുട്ടിയെ നോക്കുവാൻ മറ്റ് ഗോപാലബാലരെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്നുണ്ടായ ചടപടാ ശബ്ദവും കുട്ടിയുടെ കരച്ചിലും കേട്ട് ഓടി അടുത്തെത്തിയ ബാലന്മാർ കണ്ടത് കുട്ടിയെ കിടത്തിയതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വണ്ടിച്ചക്രങ്ങളും അച്ചും മറ്റും പൊട്ടിച്ചിതറിക്കിടക്കുന്നതായിരുന്നു. ഗോപന്മാർ ഓടിയെത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞത് കുട്ടികൾ കാൽ കുടഞ്ഞപ്പോൾ വണ്ടിയുടെ മേൽ തട്ടി അത് പൊട്ടിച്ചിതറിയതായിരുന്നു എന്ന്. എന്നാൽ ഗോപന്മാർ കുട്ടികളുടെ മൊഴി അത്ര തന്നെ വിശ്വസിച്ചില്ല. യശോദ പുത്രനെ എടുത്ത് മുല കൊടുത്ത് രക്ഷാമന്ത്രങ്ങൾ ചൊല്ലി. കംസഭൃത്യനായ ശകടാസുരൻ ഭഗവാനെ വധിക്കുവാനായി ശകടത്തിൽ ആവേശിച്ചിരിക്കുകയായിരുന്നു. ഭഗവാന്റെ പാദസ്പർശത്താൽ അവന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. അവൻ്റെ ശവശരീരം പോലും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.